ഒരു തനി മലയാളിയാണെങ്കിലേ ഫുട്ബോൾ ഫീവർ. എല്ലാം ബീച്ചസും എല്ലാം എന്താ പറയാ അങ്ങനെ മൊത്തം ഫുട്ബോൾ ആയിരിക്കും. അതും പോട്ട് ഇപ്പൊ റോഡിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്ക്. ഫ്ലെക്സിന്റെ നീളം വെച്ചാൽ മതി. 10 അടി വെച്ചാൽ പിന്നെ 20 അടി. മെസ്സിക്ക് മുകളിൽ റൊണാൾഡോ, റൊണാൾഡോയ്ക്ക് മുകളിൽ നെയ്മർ, പിന്നെ വേറെ ആരെങ്കിലും അവിടുത്തെ ഒരു പ്രസിഡന്റിന്റെ ഫ്ലെക്സ് വീണ്ടും അതിന്റെ മുകളിൽ. അതെ. പിന്നെ ഉണ്ടല്ലോ നാട്ടിലെ എല്ലാ കുട്ടികളുടെയും പിറകിൽ മെസ്സി, റൊണാൾഡോ എന്നും പറഞ്ഞ ടീഷർട്ടും ജേഴ്സീസ് ഉണ്ടാവും. അത് മാത്രമല്ല നമ്മുടെ ഞാനും വാങ്ങിയിടാറുണ്ട് കേട്ടോ. ആണോ ചേച്ചി? ഏതാ ടീം? ഏതാ? ഞാൻ അപ്പൊ പറയും. ചേച്ചിയുടെ ടീം ജയിക്കുന്ന ടീമായിരിക്കും അല്ലേ ചേച്ചി? അല്ലല്ല പറയാൻ പറ്റില്ല. എന്റെ ഞാൻ പറയാം, ഞാൻ ഭയങ്കര ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാനാണ്. തുറന്നു പറയും, എനിക്ക് ഒരു കുഴപ്പമില്ല. CR7 പോർച്ചുഗൽ. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടുകൂട്ടത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടണം. ഏറ്റവും അഭിമാനം കൊള്ളുന്ന ഫുട്ബോൾ പ്ലെയേഴ്സും കോച്ചസും ആണ് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ. നമുക്ക് ആദ്യം തന്നെ ബൈജു സാറിൽ നിന്ന് തുടങ്ങാം. ഹായ് സർ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ ഫുട്ബോൾ അസോസിയേഷന്റെ സെക്രട്ടറി ആണ് ബൈജു സാറ്. അതോടൊപ്പം തന്നെ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, ജോസ് ലോറൻസ്. ഹായ് സർ. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയർ ആയ MM ജേക്കബ് സാർ. ഹായ് സർ. ഇനി അടുത്ത എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. എനിക്ക് ഉൾപ്പെടെ കുറച്ച് പേർക്ക് FIFA വേൾഡ് കപ്പ് എന്താന്നുള്ളത് ചെറുതായിട്ടൊന്നറിയാം. പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ കേട്ട് പരിചയമുള്ളത് സന്തോഷ് ട്രോഫിയാണ്, അല്ലെ? ഈ സന്തോഷ് ട്രോഫിയിൽ കളിച്ച ഒരു പ്ലെയറിനെ നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെയധികം ഒരു പ്രിവിലേജ് ആണ്, ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന് ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയ ആ ഗോൾ കീപ്പർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഹായ് ഇട്ടി സാർ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ആ ഗോൾ കീപ്പറിന്റെ ടെൻഷൻ അന്ന് എന്തായിരിക്കും അല്ലേ? ഞാനതാ ആലോചിക്കണേ. ജയിച്ചു, പക്ഷെ ജയിക്കുന്നിടം വരെയുള്ള ആ ഒരു ടെൻഷൻ അത് ഞങ്ങൾക്ക് അറിയണം. കാരണം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ ആ ഒരു ടെൻഷൻ ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സെറ്റ് സീനിയേഴ്സ് മൊത്തം ഇവിടെയാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നോക്ക മക്കളെ, നോക്ക. ഏതാണ് ടീം? Under-20 കളിച്ച ഫുട്ബോൾ പ്ലെയേഴ്സ് ആണ്. എനിക്ക് ആദ്യം റാഫേലിന്റെ പേര്, ഞാൻ റാഫേൽ എന്ന് പറഞ്ഞെങ്കിലും റാഫേൽ തന്നെ റാഫേലിന്റെ ഫുൾ പേരൊന്ന് പറഞ്ഞേ. റാഫേലെ? റാഫേൽ ലിയാൻ സിക്വേര. റാഫേൽ ലിയാൻ സിക്വേര Under-20 നാഷണൽ ഫുട്ബോൾ പ്ലെയർ ആണ്. ഈ പേരെങ്ങനെയായിരിക്കും അച്ഛനും അമ്മ ഇട്ടിട്ടുണ്ടാവുക? അത് റാഫേൽ എന്ന് പറഞ്ഞ പള്ളിയിലിടുന്ന പേരാണ്. അത് ലിയാൻസ് എങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടോന്ന് നോക്കിയോ എപ്പോഴെങ്കിലും? റാഫേൽ എന്ന് പറഞ്ഞ പ്ലേസ് കുറെ ഉണ്ട്. ഓക്കെ. ലിയാൻസ് എന്നുള്ള അങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ സിക്വേര എന്ന് പറഞ്ഞ ആംഗ്ലോ ഇന്ത്യൻ നെയിമാണ്. ഞാനൊരു ആംഗ്ലോ ഇന്ത്യൻ ആണ്. പക്ഷെ ഈ പേര് ആപ്റ്റ് ആണ് അല്ലേ? ഒരു ഫുട്ബോൾ പ്ലെയറിന് പറ്റിയ നെയിം, മാസ് നെയിം. ഇനി അടുത്ത മാസിനെ ഒന്ന് പരിചയപ്പെടണം. ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ആണുങ്ങൾ പെണ്ണുങ്ങൾ വേണം, എല്ലാം ഇക്വാലിറ്റി ആണെന്ന് പറയുന്നിടത്ത് ഒരു ഇന്ത്യൻ ലേഡി കോച്ച് നമുക്കുണ്ടെന്ന് പറയുന്നത് നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ്. ലേഡി IM വിജയൻ എന്നാണ് സീന മാമിനെ അറിയപ്പെടുന്നത്. ഹായ് സീന മാം, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അടുത്ത് ഹായ് അജിത്തും Under-20 നാഷണൽ പ്ലെയർ ആണ് അല്ലെ? അജിത്തിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തമീന ഫാത്തിമയാണ്. Under-17 ഇന്ത്യൻ പ്ലെയർ ആണ് തമീന. ഒരു ഗോൾ കീപ്പറും കൂടിയാണ്. ഇവിടെ വരുന്ന ഓരോ കൗണ്ടറുകളും ചാടി പിടിച്ചോണം. അവിടെ ഒരൊറ്റ എണ്ണം വിട്ട് കളഞ്ഞേക്കരുത് കേട്ടോ. ഒരു ഗോൾ കീപ്പർ ഇവിടെ, ഒരു ഗോൾ കീപ്പർ ഇവിടെ. ഇത് പഴയ തലമുറ, ഇത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന തലമുറ, ഭാവിയിലെ തലമുറ. വേറെ ഒരു കാര്യം പറയട്ടെ, ഈ പ്രാവശ്യത്തെ FIFA കപ്പ് 2026 വേറെ ഒരു നമ്മൾ മലയാളികൾക്ക് ഭയങ്കര അഭിമാനം കൂടുന്ന ഒരു സാധനമാണ്. ഒരു നമ്മുടെ ഒരു കൊറിയോഗ്രാഫർ രജിത് ദേവ് ആണ്. അതിന്റെ ടൈറ്റിൽ സീർ എന്ന ടൈറ്റിൽ സോങ് കൊറിയോഗ്രാഫ് ചെയ്തിരുന്നു. അപ്പൊ നമ്മുടെ മലയാളി രജിത് ദേവിന് ഒരു വലിയൊരു കൈയടി. തീർച്ചയായിട്ടും ചേച്ചി. അത് മാത്രമല്ല, ആദ്യമായിട്ട് ഫിഫയിൽ ഒരു മലയാളി കളിക്കാൻ പോവുകയാണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഖത്തറിന് വേണ്ടിയാണ്. മുഹമ്മദ് തഹസിൻ. ഇനി നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? ഇന്ത്യ ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കാന്നുള്ളതാണ്. അതെന്തായാലും നടക്കും കാര്യം. ഫ്യൂച്ചർ നമ്മുടെ പുറകിൽ ഇരിപ്പുണ്ട്. വരട്ടെ, അത് നമുക്ക് കാണാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. ഞാൻ സീന മാമിനെ എന്തായാലും നേരിട്ട് കണ്ട സ്ഥിതിക്ക് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. മാമിന് ലേഡി IM വിജയൻ എന്നാണല്ലോ അറിയപ്പെടുന്നത്. മാമിന് എങ്ങനെയാണ് ആ പേര് കിട്ടിയത്? സാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സിസർ കട്ടാണ്. വിജയൻ സാറിന്റെ ഒത്തിരി സിസർ കട്ടിലൂടെ ഗോൾ നേടി നമ്മുടെ കേരളത്തിനെ മുൻനിരയിൽ എത്തിച്ചിട്ടുള്ള വ്യക്തിയും കൂടിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഗെയിമിൽ ആ സിസർ കട്ടെടുത്തെന്ന് തന്നെ പറയാം.
പണ്ടൊക്കെ ഈ കേരളത്തിൽ ഒത്തിരി സെവൻസ് ഉണ്ടായിരുന്നു. മഞ്ചേരി, മലപ്പുറം, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ സെവൻസിന് കൊണ്ടുപോകുന്ന വ്യക്തികൾ ഒരു സിസർ കട്ടിന് 25 രൂപ തരാന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ആ 25 രൂപക്ക് വേണ്ടി സിസർ കട്ടുകൾ അടിച്ച് കിട്ടിയ പേരാണ്. ഇപ്പം നാഷണൽ ഗെയിംസിലും ഒക്കെ അങ്ങനെ അടിച്ചിട്ട്. ചേട്ടനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്. നമ്മുടെ കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയപ്പോൾ ചേട്ടനായിരുന്നു ഗോൾ കീപ്പർ എന്ന് പറഞ്ഞു. ചേട്ടാ, ആ ഒരു മൊമെന്റ് ചേട്ടനൊന്ന് പറയാൻ പറ്റുമോ? കാരണം നമുക്ക് അത്രയും ആ ഒരു ടെൻഷൻ സമയത്ത് ചേട്ടനല്ലേ ആ ഗ്രൗണ്ടിലുണ്ടായിരുന്ന. കേരളം മുഴുവൻ നോക്കിക്കൊണ്ടിരുന്ന ഒരു സന്തോഷ് ട്രോഫി ഫൈനലായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് സന്തോഷ് ട്രോഫി 73 നമ്മൾ ഫൈനലിലെത്തുന്നത് ആദ്യമായി. അന്ന് നമ്മൾ ജയിച്ച ഉടനെ തന്നെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ സി അച്യുതമേനോൻ നമ്മുടെ ഗവൺമെന്റിന് ഹോളിഡേ ഡിക്ലെയർ ചെയ്തു. ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ജയിച്ചിട്ട് ആദ്യമായിട്ട് കേരളത്തിന് ഒരു പബ്ലിക് ഹോളിഡേ കിട്ടുന്നത് ഈ സന്തോഷ് ട്രോഫി വിജയിച്ചിട്ടാണ്. അതുകൂടാതെ അദ്ദേഹം പിറ്റേ ദിവസം നമുക്ക് ട്രിവാൻഡ്രത്ത് മന്ത്രിസഭ ഒരു സ്വീകരണം തന്നിരുന്നു. അതിലും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ക്രൈസ്റ്റ് കോളേജിലെ ഫൈനൽ ഇയർ പഠിക്കും കൂടിയായിരുന്നു, കോളേജ് സ്റ്റുഡൻറ്റും കൂടിയായിരുന്നു. ഞങ്ങൾ 3 കോളേജ് സ്റ്റുഡൻസാണ് അന്ന് സന്തോഷ് ട്രോഫി ടീമിലുണ്ടായിരുന്നത്. ഒന്ന് ദേവാനന്ദ് ഞങ്ങളുടെ കൂടെ ഇല്ല, പിന്നെ ഡോക്ടർ ബഷീർ, പുള്ളി ഇപ്പോൾ ഷാർജയിൽ ഡോക്ടറായിട്ട് ഇത് ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ഭാഗ്യം കൂടെ 3 കോളേജ് സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്.